ദുരൂഹത എന്ന് പറയുന്നതിന് തിടം വയ്ക്കുകയാണ്, ബലം വയ്ക്കുകയാണ്. എന്തൊക്കെയോ ദുരൂഹമായിട്ടൊരു ഡീലാണ് മനാഫ് നടത്തിയിരുന്നത് എന്ന് വ്യക്തം. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഡ്രജറിന് വേണ്ടിയിട്ട് മണ്ണ് മാന്താനുള്ള ഉപകരണത്തിന് വേണ്ടിയിട്ട് വെറും മണ്ണുമാന്തി യന്ത്രമല്ല, അതിന്റെ പ്രവർത്തനത്തിന് തന്നെ 1 കോടി രൂപയോളം നമുക്ക് മുടക്കേണ്ടി വരും. സുരേന്ദ്രൻ, ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും അർജുന്റെ വിഷയം ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടു തുടങ്ങിയിരിക്കുകയാണ് വാർത്തകൾ. ഒരു പ്രമുഖ മാധ്യമം, ഒരു ഓൺലൈൻ മാധ്യമം വിട്ടു കഴിഞ്ഞാൽ അർജുൻ കൊണ്ടുവന്ന ലോറിയിൽ കള്ളത്തടിയാണെന്നും കള്ള ബില്ല് വെച്ച് കൊണ്ടുവന്ന തടിയാണെന്നും പല തെളിവുകൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ലോറിയുടെ മനാഫും പണ്ട് ഇതിനു മുന്നേ കള്ളത്തടി കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന വാർത്തയും പുറത്തുവിട്ടിരിക്കുകയാണ്. അതെ, അത് അതിന്റെ ഒരു ഭാഗം യുക്തിസഹം തന്നെയാണ്. യുക്തിസഹം മാത്രമല്ല, അത് വളരെ വ്യക്തമായ തെളിവുകളുടെ പിൻബലത്തോടു കൂടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് കോഴിക്കോട്ട് നിന്ന് ഈ ലോറി പോയിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം 22,000 രൂപയുടെ തടിയുമായിട്ടാണ്. അത് പോകാൻ ഉദ്ദേശിച്ച ലക്ഷ്യം എന്ന് പറയുന്നത് ഗോവയാണ്. അപ്പോൾ 22,000 രൂപയുടെ തടിയുമായിട്ട് ഗോവയിലേക്ക്, മൂല്യമുള്ള തടിയുമായിട്ട് ഗോവയിലേക്ക് ഇത്തരമൊരു ലോറി, അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 27 ടൺ കയറ്റാനുള്ള കപ്പാസിറ്റി ഉള്ള ലോറി പോകുമ്പോൾ ഈ തടിയുടെ വില കേരളത്തിൽ തന്നെ നമുക്കറിയാം. ഒരു ക്യൂബിക് ഫീറ്റ് തടിയുടെ വില നമുക്ക് തന്നെ അറിയാം. ഇവിടെ ഇത് വിറക് തടിയല്ലല്ലോ, വിറകാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, തടിയാണ്. തടി എന്ന് പറഞ്ഞാൽ ഉരുപ്പടി, ടിമ്പർ, അതാണ് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പൊ അതിന് ഇത്ര വിലയുള്ളൂ എന്ന് പറയുന്നതിനകത്ത് ഒരു കള്ള ബില്ലാണ്, കള്ള ഇൻവോയ്സ് ആണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒരു പക്ഷെ ടാക്സ് കുറയ്ക്കാൻ വേണ്ടിയായിരിക്കാം ഇത്രയും ദൂരം അത് കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം അത് തിരിച്ചു വരുന്നതിനും കൂടി ആവുന്ന ഡീസലിന്റെ അളവെന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഈ 22,000 എത്രയോ മുകളിലായിരിക്കും ആ ഡീസലിന്റെ ചെലവ് വരിക. അതുകൊണ്ട് തന്നെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈവറുടെ ശമ്പളം, അതിനോടൊപ്പം വേറെ കിളിയോ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ ശമ്പളം, ഇതെല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ ലോറിക്കുണ്ടാകുന്ന ആ ഡമറേജ് എന്ന് പറയുന്ന ഓടും തോറും അതിന് നഷ്ടപ്പെടുന്ന അതിന്റെ ഫിറ്റ്നസ്, ഇതെല്ലാം കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ ഈ തടിയുടെ മൂല്യത്തെക്കാൾ എത്രയോ ഉയർന്ന നഷ്ടമാണ് അബ്ദുൾ മനാഫിന് ഇത്രയൊക്കെ സഹിച്ചുകൊണ്ട് ഒരു ത്യാഗം അല്ലെങ്കിൽ സേവനം അവിടെ ചെയ്യേണ്ട കാര്യമുണ്ടോ? സംശയമാണ്. അപ്പൊ അതിൽ എന്തോ ഒരു കള്ളം അവിടെ കാണിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ രണ്ടാമത്തെ പിൻബലമുള്ള കാര്യം, കർണാടകത്തിൽ കള്ളത്തടി കടത്തിന് ഇദ്ദേഹത്തിനെതിരെ കേസുണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹം ജനതാ പാർട്ടിയുടെ ഒരാളായിരുന്നു. ജനതാ പാർട്ടി അവിടെ ഭരിച്ചിരുന്നത് രാമകൃഷ്ണ ഹെഗ്ഡെയുടെയൊക്കെ നേതൃത്വത്തിൽ. ജനതാ പാർട്ടിക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയ ആദ്യ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കർണാടക. രാമകൃഷ്ണ ഹെഗ്ഡെ ആയിരുന്നു മുഖ്യമന്ത്രി. പിന്നെയാണ് ദേവഗൌഡയൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ അക്കാലത്ത് അദ്ദേഹം രക്ഷപ്പെട്ടു കർണാടകത്തിൽ നിന്ന്, ജനതാ പാർട്ടി പ്രവർത്തകനായതുകൊണ്ട്. അദ്ദേഹത്തിന് രാഷ്ട്രീയമായി നല്ല സ്വാധീനം ഉണ്ടെന്ന് പറയുന്നു. ജനതാ പാർട്ടിക്ക് ഇപ്പോൾ ജനതാദളിന് കുറച്ച് സ്വാധീനമുള്ള സ്ഥലം തന്നെയാണ് അവിടെ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പൊ തന്നെ ദേവഗൌഡ, അദ്ദേഹത്തിന്റെ മകൻ കുമാര, എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ശക്തമായിട്ടുള്ള ഒരു മന്ത്രിയാണല്ലോ അദ്ദേഹത്തിന്റെ ദേവഗൌഡയുടെ മകൻ. അതുകൊണ്ട് തന്നെ അത് വളരെ ശക്തമായിട്ടുള്ള സ്വാധീനങ്ങൾ ചെലുത്താൻ കഴിയുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അഴിമതിയിൽ ഒട്ടും മോശമൊന്നും അല്ല. അച്ഛനും മകനും അവിടെ ഉള്ളവരല്ലേ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അല്ല അങ്ങനെ. അപ്പൊ അതുകൊണ്ട് തന്നെ വൻ തുകകൾ അവൾക്ക് ലഭിച്ചിരിക്കാം. അതിന്റെ മറവിൽ ഇയാൾ രക്ഷപ്പെട്ടിരിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ എന്തോ ഒരു കണക്ഷൻ ആ കാര്യത്തിൽ ഉണ്ടെന്നുള്ളതും വളരെ വ്യക്തമാണ്. പിന്നെ ഈ ഓൺലൈൻ ചാനൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈശ്വർ മൽപ്പയുടെ സഹായത്തോടു കൂടി ആളുകളെ എല്ലാം അവിടെ നിന്ന് നീക്കിയിട്ട് ആളുകളെല്ലാം ഒഴിഞ്ഞ സമയത്ത് അവിടെ നിന്നില്ല ലോറി നീക്കം ചെയ്യണം. ആ പറയുന്നത് വസ്തുതയില്ല എന്ന് തന്നെ കരുതേണ്ടി വരും. കാരണം അവിടെ എല്ലാവിധ സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടിയും പട്ടാളത്തിന്റെ NDRFന്റെ ഒക്കെ സഹായത്തോടു കൂടിയും ഒക്കെ പരിശോധനകൾ നടത്തിയതാണ്. സാങ്കേതികമായി അത്യുന്നത നിലവാരം പുലർത്തുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ച് അന്വേഷണം നടത്തിയതാണ്. എന്നിട്ടും കാണാത്ത ഒരു ലോറി അവർ പിടിച്ച് അപ്പുറത്തോട്ട് മാറ്റിയെന്നൊക്കെ പറയുമ്പോൾ രായിക്ക് രാമാനം അവിടെ എന്ന് പറയുന്ന ഈ പട്ടിക്കാടൊന്നുമല്ല. അവിടെ ആളുകൾ കാണുമല്ലോ, തെളിവുകൾ വരുമല്ലോ. അത് നിരീക്ഷണ വലയത്തിലിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണത്. അവിടെ നിന്ന് അങ്ങനെ മാറ്റാൻ ഈ പുഴയുടെ ഒഴുക്കുകൊണ്ട് സാധ്യമല്ല. പട്ടാളക്കാരാൽ പോലും അസാധ്യമെന്ന് കരുതുന്ന അവർ കാലാടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ടും കണ്ടെത്താൻ കഴിയാത്ത ഒരു ലോറി എടുത്ത് മാറ്റി ഈശ്വർ മൽപ്പ എന്നൊക്കെ പറയുന്നത് അഭ്യൂഹവും കെട്ടുകഥയുമാണ്. പക്ഷെ ഇനിയും കുറെ അധികം കഥകൾ പുറത്തു വരും. അതൊക്കെ തെളിവുകളുടെ പിൻബലത്തോടായിരിക്കും എന്ന് പറയുമ്പോൾ ദുരൂഹത എന്ന് പറയുന്നതിന് തിടം വയ്ക്കുകയാണ്, ബലം വയ്ക്കുകയാണ്. എന്തൊക്കെയോ ദുരൂഹമായിട്ടൊരു ഡീലാണ് മനാഫ് നടത്തിയിരുന്നത് എന്ന് വ്യക്തം. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഡ്രജറിന് വേണ്ടിയിട്ട്, മണ്ണ് മാന്താനുള്ള ഉപകരണത്തിന് വേണ്ടിയിട്ട്
വെറും മണ്ണുമാന്തി യന്ത്രമല്ല, അതിന്റെ പ്രവർത്തനത്തിന് തന്നെ 1 കോടി രൂപയോളം നമുക്ക് മുടക്കേണ്ടി വരും. അത്രയും യന്ത്രം കൊണ്ടുവരിക. ഈ 1 കോടി എന്ന് പറയുന്നത് ലോറിയുടെ വിലയേക്കാൾ വളരെ കൂടുതൽ വരുന്ന ഒരു വിലയാണ്. ഇരട്ടിയിലധികം വരുന്നവരില്ല, 3 ഇരട്ടിയിലധികം വരുന്ന ഒരു വിലയാണ്. അതുകൊണ്ട് തന്നെ ഈ തീർച്ചയായിട്ടും അതിന് എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്, അതും കൂടി അന്വേഷിക്കേണ്ടതാണ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാൾ തിരോധാനം ചെയ്യുമ്പോൾ ഈ ലോറി ഉടമയ്ക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയാണല്ലോ ഇവിടെ വലിയ സത്യവാദികളുമായിട്ടും ഹരിചന്ദ്രന്മാരുമായിട്ടും ഒക്കെ ഇരുന്ന ആൾക്കാരെയാണല്ലോ ഈ സ്ത്രീ പീഡനത്തിന്റെ പേരിൽ ഇപ്പൊ അവരുടെ സ്ഥാനങ്ങൾ രാജിവെക്കേണ്ടി വന്നപ്പോൾ കേസിനെ നേരിടാൻ വേണ്ടിയുള്ള ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. അതുകൊണ്ട് ഈ വാക്കുകൾ മാത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ഈ ത്യാഗ സന്നദ്ധത എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് അങ്ങനെ ഒരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. പക്ഷേ അർജുനന്റെ കുടുംബക്കാരും പറഞ്ഞിട്ടില്ല ഇദ്ദേഹം അത്രയും മാത്രം ത്യാഗങ്ങളും സ്നേഹവും ഒക്കെ സമർപ്പണവും ഒക്കെ ഈ അർജുനന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരാളാണെന്നുള്ളതിന്റെ യാതൊരു കാര്യങ്ങളും അവർ ഇതുവരെ ഒരു മാധ്യമത്തോടും പറഞ്ഞിട്ടില്ല, ഇത്രയധികം മനുഷ്യ സ്നേഹിയാണെന്നുള്ളത്. അതിനെന്തെങ്കിലും തെളിവുള്ളതായിട്ട് നമുക്കറിയില്ല. അപ്പൊ ഒരു തൊഴിലാളിയോട് മാത്രം ഇത്ര കൂമ്പ് കാണിക്കുക എന്ന് പറയുന്നതൊക്കെ വളരെയധികം അവിശ്വസനീയമായിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ ഇതിലൊക്കെ എന്തോ ഒരു കാര്യം ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം അവിടെ തന്നെ അടിഞ്ഞുകൂടിയിരിക്കുന്നതിന് അദ്ദേഹത്തെ ഇങ്ങോട്ട് വലിച്ചുകൊണ്ടുവരുന്ന എന്തോ ഒരു സംഭവം എന്റെ പിന്നിലുണ്ട്.